ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗയ്യ സേസ് എന്ന പുതിയൊരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ചെറിയ ആമുഖങ്ങൾ പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഗയ്യ പറയുന്നു എന്നുള്ള ഒരു സീരീസിന്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. എന്റെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അകത്താണ് നീ നിന്റെ ജീവിതവുമായി നീന്തി തുടിക്കുന്നത്. എന്റെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അകത്താണ് നീ നിന്റെ ജീവിതവുമായി നീന്തി തുടിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഗയ്യ ഭൂമി. ഗ്രീക്കില് മിത്തോളജിയിൽ നമ്മള് ഗ്രീക്ക് ഗോഡസ് ആയിട്ടാണ് ഭൂമി ദേവിയെ നമ്മൾ പറയുന്നത്. അതിന്റെ പിക്ചറൈസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മാതാവിന്റെ, ഒരു അമ്മയുടെ ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതിൽ അതിന്റെ വയറ്, ബെല്ലി, ഒരു ഗർഭപാത്രം പോലെ നമുക്ക് അത് വയറ് മുന്നോട്ട് ഉന്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ പലവിധ ഈ പ്രകൃതിയിലെ പലവിധ ഘടകങ്ങൾ അതിന്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിന്റെ കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ണിൽ കാണുന്ന ഒരു ആർദ്രത. അപ്പം അത്തരത്തിൽ മനുഷ്യനെ അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിനും അതിനെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭൂമി മാതാവിനെയാണ് ഗ്രീക്ക് മിത്തോളജി മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഗയ്യ എന്നുള്ള പേരിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഏതൊന്നിനെയും ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് ഭൂമി എന്ന് പറയുന്നത്. നമ്മെ ഉരുവാക്കിയ, നമ്മെ മുന്നോട്ട് ചലിപ്പിക്കുന്ന, നമ്മെ കരുണയോടുകൂടി കൂട്ടി പിടിക്കുന്ന ഇതാണ് ഭൂമി. അപ്പൊ നാം എന്നത് ഈ ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത്. ഈ പ്രകൃതി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഭൂമി ദേവി എന്ന് പറയാം, ഉപരിവ്യവസ്ഥ എന്ന് പറയാം. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് പറയാം. അപ്പൊ ഗയ്യ എന്നുള്ളത് ഒരു ബിംബവൽക്കരണം, ഭൗതിക രൂപത്തിൽ ഒരു പേഴ്സൺ, ഒരു വ്യക്തിവൽകൃതമായ രൂപത്തിൽ നമ്മളുടെ മുന്നിലേക്ക് പിക്ചറൈസേഷൻ നമുക്ക് കാണിച്ചു തരുന്നു. ആ പിക്ചറിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നുള്ള ഘടകങ്ങൾ കാണുന്ന സമയത്ത് അതിന്റെ കെയറിങ്, അതിൽ നിന്ന് ഉരുവായ രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പറയുന്നത് എന്റെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അകത്താണ് നീ നിന്റെ ജീവിതവുമായി നീന്തി തുടിക്കുന്നത് എന്നാണ്. എന്റെ എന്ന് പറയുമ്പോൾ ഈ ഭൗതികമായ രൂപം, നമ്മളിപ്പോ ഗയയെ കണ്ടു, അല്ലെ പ്രകൃതിയെ കണ്ടു, ഭൂമിയെ കണ്ടു. ഭൂമിയുടെ ഈ ഭൗതികമായ രൂപം, അതിന്റെ ജീവൻ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ജീവൻ സ്വയം സംഘടിപ്പിക്കുകയും സ്വയം സംരക്ഷിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും സ്വയം വംശീകരിക്കുകയും ചെയ്യുന്ന അതിന്റെ ഗുണത്തെയാണ് നമ്മൾ ജീവൻ എന്ന് പറയും. ഈ ജീവന്റെ, എന്റെ ഭൗതിക രൂപം ആദ്യം പറഞ്ഞു, അതിനുശേഷം എന്റെ ജീവന് പറഞ്ഞു, അതായത് ഗയ്യയുടെ ജീവന് പറഞ്ഞു. അതിനുശേഷം ഗയ്യയുടെ മനസ്സിനെ പറ്റി പറഞ്ഞു. മനസ്സെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആസൂത്രണ സംവിധാനമാണ്. നമ്മളൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ആ സംവിധാനത്തിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയാം. അതിനുശേഷം അറിവെന്ന് പറയുന്നത് അനുരൂപനമാണ്, അല്ലെ? നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ നിലകൊള്ളുന്ന സമയത്തും അതിനോട് യോജിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ അനുരൂപനം എന്ന് പറയാം. ലാസ്റ്റ് പറയുന്നത് ശക്തി, ചൈതന്യം എന്ന് നമ്മൾ പറയും. ഈ ടോട്ടാലിറ്റിയെ, ഈ പ്രകൃതിയെ അല്ലെ ഭൂമിയെ, ഗയ്യയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ടോട്ടലുള്ള ചൈതന്യം, അതിന്റെ ഘടനാപരമായ ആ രീതിയെ, ഘടനകളെ പരസ്പരം കൂട്ടി യോജിപ്പിച്ച് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആ ശക്തി, ആ ചൈതന്യം. അങ്ങനെ ഈ 5 ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മള് പല രീതിയിൽ നമ്മൾ ഇതിന്റെ വ്യാഖ്യാനങ്ങൾ സുഭാഷ്യത്തിൽ കേട്ടിട്ടുണ്ടാവും. കോസ്മിക് പെന്റാക്കിൾ, അല്ലെ? പ്രപഞ്ച പഞ്ചകം എന്ന് പറയും. അപ്പൊ ഭൗതികമായ അതിന്റെ ഘടന, അതിന്റെ മനസ്സ്, അതിന്റെ അറിവ്, അതിന്റെ ശക്തി, അതിന്റെ ജീവൻ,
ഈ 5 ഘടകങ്ങളിലുള്ളിലാണ്, ഈ 5 കാര്യങ്ങളുടെ ഉള്ളിലൂടെയാണ് നാം നമ്മുടെ ജീവിതം കൊണ്ട് നീന്തി തുടിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഗയ്യയുടെ ജീവന്റെയും മനസ്സിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അകത്താണ് നാം നമ്മുടെ ജീവിതവുമായി നീന്തി തുടിക്കുന്നത്. ഈ നീന്തി തുടിക്കുക എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഇവിടെ കേട്ടല്ലോ. നമ്മള് നീന്തുക, അപ്പൊ സ്വിമ്മിങ് എന്ന് പറയുന്നത് നമ്മളൊരു മീഡിയയിലാണ് ചെയ്യുക, അല്ലെ? ഇപ്പൊ നമ്മൾ വെള്ളത്തിലാണ് നീന്തുന്നത്. അപ്പൊ വെള്ളമാണ് അവിടുത്തെ മീഡിയ. അപ്പൊ വെള്ളത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് വെള്ളത്തിന് ഭൗതികമായ രൂപമുണ്ട്, വെള്ളത്തിനൊരു ജീവനുണ്ട്, വെള്ളത്തിന് സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു ഫങ്ഷന്, അത് കാര്യങ്ങൾ ചെയ്യാൻ സ്വയം പ്രവർത്തിക്കാനുള്ള ഘടകങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളത്തിനൊരു അറിവുണ്ട്. വെള്ളത്തിന് എവിടെ ഏത് രൂപത്തിൽ എവിടെ അനുരൂപനപ്പെടണം എന്നുള്ള അറിവ് വെള്ളത്തിനുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അതിനൊരു മനസ്സുണ്ട്, ആസൂത്രണ സംവിധാനമുണ്ട്. ഏത് രൂപത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ളൊരു ആസൂത്രണ സംവിധാനമുണ്ട്. അതുപോലെ ഈ വെള്ളത്തിനെ ടോട്ടലായിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു മഹാ ചൈതന്യം അതിന്റെ പിന്നിലുണ്ട്. അതിന്റെ ഘടന സ്ഥിരമായിട്ട് ആ രൂപത്തില് സ്ഥിതം നമ്മൾ പറയും വെള്ളത്തിന്റെ ഒഴുക്കിന്. അപ്പൊ ഒഴുകി പിന്നെ അതിന് നിലനിർത്തുന്ന ആ ഘടനാപരമായ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി കൊടുക്കുന്ന ഒരു ചൈതന്യവും ഉണ്ട്. അപ്പോ ഇതാണ് മീഡിയ. അപ്പൊ ഞാൻ ഈ നീന്തി തുടിക്കുക എന്നുള്ള വാക്ക് പറയാൻ കാരണം വെള്ളം എന്നുള്ള ഒരു ഭൗതിക രൂപത്തിനെ മനസ്സിലാക്കാനും ആ വെള്ളത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നീന്തി തുടിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ്. അതിന് നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പറയുന്ന സമയത്ത് പ്രകൃതി അല്ലെങ്കിൽ ഭൂമി, ഗയ്യ, ഈ ഗയ്യയുടെ ഉള്ളിൽ, ഓക്കെ, ഈ ഗയ്യയുടെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഗയ്യയുടെ ഉള്ളിലുള്ള ഭൗതിക രൂപമുണ്ട്, അതിന്റെ ജീവനുണ്ട്, അതിന്റെ അറിവുണ്ട്, അതിന്റെ ശക്തിയുണ്ട്, അതിന്റെ ചൈതന്യമുണ്ട്. ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ അതിന്റെ ഉള്ളിലാണ് നമ്മൾ നീന്തി തുടിക്കുന്നത്. അപ്പോ നാമും ഗയ്യയും വ്യത്യസ്തമല്ല. ഇതിന്റെ ഉള്ളിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ, ഒരു പ്രദേശമാണ് നമ്മൾ. ആ ഗയ്യയുടെ ഒരു ധർമ്മം അല്ലെങ്കിൽ ഗയ്യയുടെ ഒരു ധർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടായത്. ഇത് നിങ്ങൾക്ക് വേറെ രൂപത്തിലും പറയാം. ഇപ്പോ ഒരു അമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് കുട്ടി ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നീന്തി തുടിക്കുന്നു, അല്ലെ? അപ്പൊ അവിടെയും അത് ഒന്നായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ വികാരങ്ങള് അതിന്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. രണ്ടും വ്യത്യസ്തമാണെങ്കിൽ കൂടി ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഗയ്യയും നാമും വ്യത്യസ്തമല്ല, അതിന്റെ ഉള്ളിലാണ് നമ്മൾ നീന്തി തുടിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ നീന്തി തുടിക്കുന്നതിനാണ് നമ്മൾ ജീവിതം എന്ന് പറയാം. ജീവിതം എന്നുള്ള വാക്ക് പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഈ ജീവനെ നിലനിർത്തി പോകുന്ന സ്ഥിരമായിട്ടുള്ള ആ പ്രവർത്തന ചക്രത്തെയാണ് നമ്മൾ ജീവിതം എന്ന് പറയാം. നമ്മളുടെ ജീവനെ നിലനിർത്തി പോകുന്ന ഈ സ്ഥിരമായിട്ടുള്ള പ്രവർത്തന ചക്രത്തിനെ നമ്മൾ ജീവിതം എന്ന് പറയും. അതൊരു കണ്ടിന്യൂ ആണ്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. അതിൽ എന്തൊക്കെ സംഭവിക്കും? ചയാപചയങ്ങൾ സംഭവിക്കും, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് ദഹനം നടക്കുന്നു, അതിൽ നിന്ന് വിഘടനം നടക്കുന്നു, സ്വാംശീകരിക്കുന്നു, മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഓക്കെ, ചയാപചയങ്ങൾ നടക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കർമ്മ മുദ്രണങ്ങൾ സംഭവിക്കും. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആലേഖനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജീവന്റെ അതായത് നമ്മൾ പറയല്ലോ വംശീകരണം സംഭവിക്കും. ഇതിന്റെ കോപ്പീസ് പുതിയ തലമുറയെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മളുടെ ധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ധർമ്മങ്ങളെ നമ്മൾ പ്രകൃതിയിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും, ധർമ്മ പൂർത്തീകരണം സംഭവിക്കും. അപ്പൊ ഈ രൂപത്തില് നമ്മൾ ജീവനെ നിലനിർത്തി കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ജീവിതം. ഓക്കെ. അപ്പൊ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഈ ഗയ്യയുടെ, പ്രകൃതിയുടെ, ഭൂമിയുടെ ഉള്ളിലാണ്. അതിന്റെ ജീവന്റെ, അതിന്റെ മനസ്സിന്റെ, അതിന്റെ അറിവിന്റെ, അതിന്റെ ചൈതന്യത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നീന്തി തുടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ജീവിതം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ, നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മള് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ, അതിൽ നിന്ന് കിട്ടിയതാണ് നമ്മളിലേക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നാമും പ്രകൃതിയും വ്യത്യസ്തമല്ല, നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെയാണ് ജീവിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം ഉണ്ടാവുന്ന സമയത്ത്
നമ്മൾക്ക് നമ്മളുടെ ഉത്തരവാദിത്തങ്ങള്, ധർമ്മത്തിനെ പറ്റിയുള്ള ശരിയായ ധാരണകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ, അങ്ങനത്തെ ഒരു ഉത്തരവാദിത്ത ബോധം, അതാണ് എന്റെ ഉത്തരവാദിത്തം, അതിനോട് ചേർന്ന് പ്രവർത്തിച്ചു പോവുക എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ജീവിതവും ജീവനും ഒക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എവിടെങ്കിലും ബുദ്ധിമുട്ടുകള്, സ്റ്റക്കാവുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രകൃതിയുടെ ലോ, ഈ ഗയ്യയുടെ ഈ ഒരു നിയമം, ഈ ഒരു അറിവ്, ഈ കോസ്മിക് പെൻഡാക്കിൾ, പ്രപഞ്ച പഞ്ചകം എന്നുള്ള അറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് അതുമായി കൂട്ടിയോജിപ്പിച്ച് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിലുള്ള ബോധ്യങ്ങൾ നമ്മൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.